മന്ത്ലി വൺസ് ആണ് ഞാൻ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഒരു കോയിൻ കൊണ്ട് ട്രാപ്പ് ഡോറിൻ്റെ ഓപ്പണിംഗ് പ്രസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. റബ്ബർ ട്യൂബിങ്ങിലെ സ്ക്രൂ ഒന്ന് റിമൂവ് ചെയ്ത് എക്സസ് വാട്ടർ എല്ലാം ഒരു ട്രേക്കകത്തിലോട്ട് കളക്ട് ചെയ്യാം. വാട്ടർ നന്നായി പോയതിന് ശേഷം മാത്രമേ ഫിൽറ്റർ ഓപ്പൺ ചെയ്യാവുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റിമൂവ് ചെയ്ത് ഒരു വൈപ്പ് കൊണ്ട് ഫിൽറ്ററൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതൊന്ന് ലോക്കാക്കി സെക്യൂർ ചെയ്യാം. അതിനുശേഷം ട്രാപ്പ് ഡോർ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂർ ആയിക്കോളും. ഡിസ്പെൻസർ ട്രേ എടുത്ത് നമ്മൾ പുറത്തൊന്ന് കൊണ്ടുപോയിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകണം. സോപ്പിൻ്റെയും ഫാബ്രിക് കണ്ടീഷണറിൻ്റെയും ഒക്കെ റിമെയിൻസ് അതിലുണ്ടാകും. ഡിസ്പെൻസർ ട്രേയുടെ താഴ്ഭാഗവും ഒരു വൈപ്പ് കൊണ്ട് നന്നായി തുടച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം വേണം ഡിസ്പെൻസർ ട്രേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ. ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ്. 200 ml വാട്ടറിൽ 1 ടേബിൾ സ്പൂണാണ് അതിൻ്റെ കണക്ക്. അത് ഒന്ന് നന്നായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് വെച്ച് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അല്ലെങ്കിൽ കെമിക്കൽ ആയതുകൊണ്ട് സ്കിൻ അലർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലാസ് ഡോറും ഗ്യാസ്കറ്റും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് പാർട്ടും എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീനപ്പ് ലിക്വിഡ് കൊണ്ട് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ എക്സ്ട്രാ വന്നിരിക്കുന്ന ലിക്വിഡ് ഡിസ്പെൻസർ ട്രെയിലോട്ട് ഒഴിച്ച് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് സെൽഫ് ക്ലീൻ മോഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സൊന്നും ഇടാണ്ട് എംറ്റി ആക്കി ഒരു വാഷ് കൊടുക്കണം. ഒരു സൈക്കിൾ വാഷ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡ്രം നന്നായിട്ട് ക്ലീനായിട്ട് നല്ല ഒരു ഷൈനസ്സും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും.